ഇവിടെയാണ് അങ്കമാലിക്കാരൻ കാർത്തിക മെസ്സിൽ ഒരു പാവപ്പെട്ടവൻ ജീവിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് അങ്കമാലി പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് 19,500 രൂപ കിട്ടി സ്ഥലം മേടിച്ചത്. ഇതിലൂടെയാണ് അന്ന് 5,000 രൂപയ്ക്ക് കിട്ടിയ സ്ഥലം. ഇതിലൂടെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകുമ്പോൾ കണ്ട മന്ദാരമുണ്ട്, ചെത്തിയുണ്ട്. ഇത് മരുന്ന് ചെത്തി എന്ന് തന്നെ പറയാം. നല്ല ചെത്തിയില്ല. ഇതാണ് വീട് കണ്ടോ. ഇതാണ് ഫ്രണ്ടേജ്. ഡിഷുണ്ട്. ഇത് വിറകൊക്കെ മൂടി വെച്ച കണക്കാണ്. ഇതാണ് ഒരു സൈഡ് തേച്ചിട്ടുണ്ട്, തേപ്പ്. അങ്ങനെ കാക്കനാട് നിർമ്മതിയിൽ നിന്ന് ഈ സ്ഥലം കിട്ടി. ഇത് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പമ്മയാണ് കാർത്തിക നാളിൽ ജനിച്ചവൾ കയറി വരുന്ന 16 കൊല്ലം ഞാൻ ആഗ്രഹിച്ചത്. ഈ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നത്. ഞങ്ങൾക്ക് പൈപ്പ് വെള്ളമാണ്. പൈപ്പ് വെള്ളം ഇവിടെ നിന്ന് വന്നതാണ്. നമ്മുടെ അങ്കമാലിയിലെ ഓഫീസ് അതിരപ്പള്ളി ഏഴാറ്റുമുഖത്തു ഈ വെള്ളം വരുന്നത്. നല്ല ശുദ്ധമായ വെള്ളം. ഇത് കറണ്ട് ഇതൊക്കെ വാതിലൊക്കെ പഴയ വാതിലുണ്ടോ. അന്ന് ഇത് വീട് മൊത്തം തേച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പന്തയ്ക്കമ്മ. ഇതാണ് ഞങ്ങളുടെ പന്തയ്ക്കമ്മ. ഇത് ഗുരുവായൂരപ്പൻ കൃഷ്ണൻ. ഇതൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. യജ്ഞപ്രസാദം എന്ന് പറഞ്ഞിട്ട് പ്രസാദം കഴിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ്. ഇതാണ് എൻ്റെ അമ്മ കാണുന്ന കമ്പ്യൂട്ടർ പോലത്തുള്ള ടി വി. എല്ലാവരും പോലെ കമ്പ്യൂട്ടർ പോലത്തെ ടി വി ആണല്ലോ. സൺ ഡയറക്റ്റിൻ്റെ ടി വിയാണ്. IJO ആണ് കമ്പനി. പിട്ടാപ്പള്ളിയിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ അപ്പോൾ പിന്നെ ഇത് ബേബിച്ചേട്ടൻ ചെരുപ്പ് കടയിലെ മലയാളത്തെ ചെരുപ്പ് കടയിലെ ബേബിച്ചേട്ടൻ്റെ കടയിൽ നിന്ന് അവിടെ കമ്പ്യൂട്ടർ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് മേടിച്ച സ്റ്റാൻഡാണ്. നിസ്സാര വിലയ്ക്ക് കിട്ടി. ഇവിടെയാണ് എൻ്റെ അമ്മ ഉറങ്ങണേ. ഇതാണ് അങ്കമാലിക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ വീട്. ഇത് സ്വാമിമുറിയാണ്. തുണികളൊക്കെ ഇട്ടേക്കാം. ഇവിടെയാണ്. ഇത് പഞ്ചായത്തിൽ വന്ന കട്ടിലാണ് കേട്ടോ. ഇത് പഞ്ചായത്തിൻ്റെ കട്ടിലാണ്. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഇത് ഞാൻ കുറി കൂടി എത്ര വർഷങ്ങൾക്ക് മുമ്പ് പണിക്കിറങ്ങിയപ്പോൾ 10 വയസ്സിൽ പണിക്കിറങ്ങി. 12ാമത്തെ വയസ്സിൽ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത കാശ് കൊണ്ട് മേടിച്ച കട്ടിൽ കുറി കൂടി അതിൽ 1,300 രൂപ ഇറക്കിയിട്ട് എനിക്ക് സമ്മാനം അടിച്ചു. നറുക്കെടുത്ത് കിട്ടിയ കട്ടിലാണ് ഡബിൾ കോട്ട് കട്ടിൽ. ഇതും വേണം എൻ്റെ അപ്പം കിടന്നതും പാടില്ലാണ്ട് കിടന്നതും ഒക്കെ. പിന്നെ വേറൊരു കട്ടിലുണ്ടായിരുന്നു. ഇതൊരു പഴയ കസേരയാണ്. ഞങ്ങൾ ആദ്യത്തെ കസേരയാണ്. അത് ഒടിഞ്ഞു. ഇതാണ് TS നീലൻ. ഇരുമ്പ് തല്ലി ഞങ്ങൾ വളർത്തിയത്. ഇതാണ് TS നീലൻ. ഇരുമ്പ് തല്ലി വളർത്തിയ ആളാണ് എൻ്റെ അപ്പൻ. എൻ്റെ അപ്പം മരിച്ചിട്ട് പോലെ ഈ അപ്പൻ്റെ അമ്മയുടെ ഈ TS നീലൻ്റെ ശ്രീദേവിയുടെ അമ്മേനെ ഞാൻ കാണിക്കില്ല. ശ്രീദേവിനെ അമ്മേനെ കാണിക്കും. ഞാൻ എൻ്റെ കല്യാണ ഫോട്ടോയിൽ കാണിക്കും. എൻ്റെ അപ്പനെനിക്ക് സങ്കടം കൊണ്ടാണ്, തൊണ്ടയിടലാണ്. എൻ്റെ അപ്പം ഇരുമ്പ് തല്ലി പഠിപ്പിച്ച് 8ാം ക്ലാസ് ഒരാഴ്ച പോകാൻ പറ്റുള്ളൂ. ദാരിദ്ര്യം കാരണം ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പൻ കുടിച്ചാലും ഞങ്ങളെ അപ്പം പറയും, വയറ്റിലുള്ള ഒരാളും കാണില്ലടാ, നടക്കുമ്പോൾ അടിപൊളിയായിട്ട് നടക്കണം, നല്ല ഡ്രസ്സ് ധരിച്ച് നടക്കണം മക്കൾ. അങ്ങനെ ഞങ്ങൾ കൂടുതലില്ലാത്ത ധരിച്ചാലും നിങ്ങൾക്ക് നല്ലത് ധരിക്കുള്ളൂ, വയറ്റിലുള്ള ഒരാളും കാണില്ല. പിന്നെ പറഞ്ഞു എൻ്റെ അപ്പൻ, വെളുത്ത ചോറും കറുത്ത മുഖം ഒരാളിനെ കാണാൻ പോകരുത്. അത് ഞാൻ ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. ഞാൻ എന്തോരം വെച്ചാലും ഞാൻ പരമാവധി പിടിച്ചു നിൽക്കും. ഇവിടെയൊക്കെ എണ്ണ വെച്ചൊക്കെയാണ്. ഇപ്പം ഈ റൂമിലാണ് ഞങ്ങൾക്ക് അലമാരി ഇല്ലാത്തതിൻ്റെ ഒരു കൊണ്ടാണ് ഈ തുണികളൊക്കെ ഇങ്ങനെ കിടക്കണേ. ഇങ്ങനെ ഇത് കണ്ടോ. ഇതൊക്കെ പഞ്ചായത്ത് ഇപ്പം ഈ ജോസ് മെമ്പറായിരുന്നപ്പോൾ ജോസ് മെമ്പർ ഇതാണ് എൻ്റെ അളിയനെ ഇത്രയും
ഞാൻ സ്നേഹിച്ചൊരു അളിയനില്ല. ഇതാണ് എൻ്റെ പെങ്ങള്. ഇതാണ് പെങ്ങള്. എൻ്റെ മോളെ നീത LLB എന്ന് പറഞ്ഞിട്ട് കൂട്ടിച്ചിട്ട് ഇവിടെ ചവിട്ടിയിട്ട് അപ്പുറത്തെ റൂട്ടിൽ നിൽക്കണ വെള്ളം കുടിച്ച് പിറ്റേ ദിവസം ചായ കുടിക്കാൻ അപ്പൻ്റെ കയ്യിൽ കാശുണ്ടാവില്ല, വീഡിയോ അടിക്കാൻ കാശുണ്ടാവില്ല. ഇതാണ് അളിയൻ. ഈ അപ്പൂപ്പനും അമ്മൂമ്മയാണ് പറഞ്ഞത്. ഇത് കാർത്തപ്പനും കാർത്തമ്മയും ചേന്നും പറയുന്നതാണ് പറയണേ. ചേന്നും പറയാൻ കാർത്തമ്മ ചിരിയപ്പറച്ചിന്നും പറയണേ. അപ്പോൾ ഇവർ ആണ് പറഞ്ഞത്. ഇതിന് തറ കെട്ടിയപ്പോൾ പറഞ്ഞു, തറ കെട്ടണേ കല്ലിടാൻ വന്നപ്പോൾ പറഞ്ഞു, മോനെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒരു മോൻ മരിച്ചു, ഏറ്റവും മരിച്ചു. മോൻ ആദ്യമായിട്ട് കണ്ടാണ് എൻ്റെ അമ്മേനെ. മോളുടെ മോനെ ഞങ്ങൾ എൻ്റെ ഇളയ മോനായിട്ട് കരുതാണ്. അതുകൊണ്ട് ഒരു റൂം ഇവിടെ പണിതിട്ടാലോ എന്ന് പറഞ്ഞു. ആ റൂം ഇവിടെ പണിതിട്ടാണ് സാമ്യമുറിയാക്കിക്കണേ നിങ്ങൾ കാണിച്ചു തന്നു. ഇത് എൻ്റെ കണ്ണമോനും അളിയിൽ നിൽക്കണ ഫോട്ടോ ആണ്. അത് ഫ്രെയിം ചെയ്തല്ല, ഇത് വലിയത് അവൻ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ്. ഇതെങ്കിൽ കാണിച്ചാങ്കിൽ യൂട്യൂബിൽ കാണിച്ചാൽ അവർ വലിയ പിള്ളേരായി, കുഞ്ഞിക്കായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഒരു പാവപ്പെട്ടവൻ്റെ വീട്. ഇതൊക്കെ കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ ഇവർ വീടൊക്കെ ശരിയാക്കി തന്നു. ഈ സെബാസ്റ്റ്യൻ ചേട്ടൻ, അരുക്കാരൻ സെബാസ്റ്റ്യൻ ചേട്ടൻ പണത് പുള്ളിയുടെ കയ്യിൽ നിന്ന് 40,000 രൂപ എടുത്ത് ഞങ്ങൾക്ക് പെര പണിത് തന്നു. ഇതാണ് ഇവിടെയാണ് ഞങ്ങൾ പാചകം ചെയ്യണമെന്ന് വെച്ചില്ല. ഇതിൽ കട്ടൻ ചായ, അതിൽ ലേശം ചോറുണ്ട്. നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കുമ്പോൾ ചോറ് ലേശം കലത്തിലിടണം, പാത്രത്തിൽ വെക്കണം. കാരണന്മാർ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് എൻ്റെ അപ്പം പഠിപ്പിച്ചേക്കണേ. ഇത് ഗ്യാസ് അടുപ്പ്, ഇത് പാത്രങ്ങളാണ്. ഇത് വെക്കാനുള്ള ഇതൊന്നും സൗകര്യങ്ങളൊന്നുമില്ല. ഇതൊരു കുക്കർ, ഇതൊരു പഴയ കുക്കറാണ്, ഇതിലാണ് വയ്ക്കണേ. ഇത് ഗ്യാസ് അടുപ്പ്. ഇത് ലൈറ്റ് ഇടട്ടോ, ഇരുട്ടാണ്. ഇത് വർക്ക് ഏരിയയാണ്. ഇതൊക്കെ ടൈലിട്ടുണ്ട്. അത് ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതുണ്ട്, ഇതൊക്കെ ടൈലിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു മാറാമ്പല പോലും ഇല്ല. നമ്മുടെ വീട്ടിൽ മാറാമ്പലൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയണേ, ദുരിതമായിരിക്കും എന്ന് പറയണേ. അപ്പോൾ ഇതാണ് ഈ പാവപ്പെട്ടവൻ്റെ വീട്. അപ്പോൾ ഇതൊരു ചെരിഞ്ഞ സ്ഥലമാണ്. ഈ വീട്ടിലാണ് 16 കൊല്ലം മുമ്പ് കാർത്തിക നാളിൽ ജനിച്ചവൾ വന്ന് കയറേണ്ടവളെന്ന് വിചാരിച്ചത്. അതിനകത്താണ് ഒരു സാരി ഞാൻ ഫസ്റ്റ് കൊല്ലം സ്നേഹിച്ചപ്പോൾ ആ സാരി മേടിച്ചു വെച്ചത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഉറങ്ങാറുള്ളത്. കാര്യം അവളുടെ പേര് പറയാത്തതിൻ്റെ കാരണം അവളൊരു പെൺകുട്ടിയാണ്. അവൾക്കൊരു ഭാവിയുണ്ട്. അത് ഞാനായിട്ട് കളയില്ല. ഞാൻ 7ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. 8ൽ ഒരാഴ്ച പോയത് എങ്ങനെയെന്ന് അറിയാമോ? അതായത് 8ൽ ഒരാഴ്ച പോയത് എനിക്ക് ബുക്കില്ല, എഴുതാൻ ബുക്കില്ല. സ്റ്റാർ ജീസസിൽ കറുകുറ്റിയിൽ പോയി പഠിച്ച് കരുകുറ്റി എന്നാണ് ഈ ഇംഗ്ലീഷുകാർ പറയുക. അതിന് കറുകുറ്റി എന്നാണ് ശരിക്കും പറയണ ആൾക്കാർ. പക്ഷേ ശരിയായിട്ട് കരുകുറ്റി. അപ്പോൾ അവിടെ കറുകുറ്റി സ്റ്റാർ ജീസസിൽ പോയി ഒരാഴ്ച പഠിച്ചു കഴിഞ്ഞപ്പോൾ OCP സാറായിരുന്നു ഞങ്ങളുടെ ക്ലാസ്മേറ്റ്. ഞാനും ഈ ഇവിടുത്തെ രാജേഷൊക്കെ ആയിരുന്നു ക്ലാസ്സിൽ. അവൻ ഫേസ്ബുക്കിൽ വലിയ കുറിയൊക്കെ തൊട്ട് വരാറുണ്ട്. അവനൊക്കെ അറിയായിരുന്നു കൂട്ടുകാർ. ഇത് കണ്ടോ, TV കാണുന്നത് എൻ്റെ അമ്മ. അപ്പോൾ ബുക്കില്ല, ബുക്ക് കീറി പറഞ്ഞു, ഡ്രസ്സ് കീറിയത്, ബാഗ് കീറിയത്, പേന പോവും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പഠിപ്പുറത്താണ്, പണിക്കിറങ്ങാണ്. അപ്പന് പണിയില്ല, അപ്പന് സൈക്കിൾ പണിയില്ല, അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്. എന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പഠിപ്പുറത്താണ്, എടുത്ത വഴിക്ക് ഞാൻ പറഞ്ഞു, ഒറ്റയടിക്ക് പറഞ്ഞു അപ്പനോട്, ഞാൻ പഠിപ്പുറത്ത് നിന്ന് ഇതന്നെ പഠിപ്പിച്ചേക്കാം. ഡിഗ്രി വരെ പഠിപ്പിച്ച് പക്ഷെ പാസ്സാവാത്തത് അവളുടെ കുഴപ്പം. ഇനി എഴുതല്ല. അങ്ങനെ ഇവിടെ വന്ന് 2005 സ്ഥലം മേടിച്ച് പഞ്ചായത്ത് നിർമ്മിതിക്കാർ പെര തന്ന് ആ പെര പണിത് പൂർത്തിയാക്കി. ഇപ്പം
ഞങ്ങൾ പട്ടികജാതി SC ആയതുകൊണ്ട് പറയന്മാരായതുകൊണ്ട് പറയുന്ന പറയുള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഞാൻ പറയുന്ന നീലൻ്റെ മുമ്പ് പറയുന്ന പറയുള്ളൂ. സ്വന്തം ജാതി പറയണതെന്ന് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് ജാതി പറയാൻ പാടില്ലെന്നാണ്. പക്ഷെ ഞാൻ പറയുള്ളൂ, ഞാൻ പറയുന്നതെന്ന് പറയുള്ളൂ. മണിക്കാരൻ്റെ ജാതി എന്ന് പറയുള്ളൂ. ഇത് ജാതി മാറ്റുന്ന സെബസ്ത്യാനോസ് കാഞ്ഞൂർ പള്ളിയിൽ പോയാൽ ഈ സെബസ്ത്യാനോസ് മേരിക്കുട്ടി ടീച്ചറും ഞാനായിട്ട് ഇരിക്കുന്ന ഒരു സംഭാഷണം ഉണ്ട്. അത് നിങ്ങളെല്ലാം കേൾക്കണം. ആ ടീച്ചർ തന്നാണ് ഈ സെബസ്ത്യാനോസിനെ. ഇത് മുകളിലെങ്ങും വയ്ക്കാൻ പറ്റില്ല, കാരണം ഒതുക്കി വെച്ചേക്കാം. ഇത് രൂപമാണ്, അതുകൊണ്ടാണ്. ഇതാണ് പറയേൻ്റെ മുറം. ഇതാണ് എൻ്റെ ഊലാനിലേക്ക് കെട്ടിച്ച ഉഷചിറ്റ നെയ്ത് തന്ന മുറം. നിങ്ങൾ ഈ മുറം നോക്ക്. ഇതാണ് പറയേൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ. ആദ്യമായിട്ട് പറയന്മാരാണ് കൊട്ടയും മുറൊക്കെ ഉണ്ടാക്കി. അതിലാണ് ആൾക്കാർ ഇത് കൊണ്ട് നടന്നറിഞ്ഞതൊക്കെ. ഇപ്പൊക്കെ പ്ലാസ്റ്റിക് മുറായി. പക്ഷേ ഇത് ചാണൊട്ടും മെഴുകിയേക്കാണിത്. കണ്ടോ, ചാണൊട്ടും മെഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോവില്ല. പച്ച ചാണൊട്ട് മെഴുകി കഴിഞ്ഞാൽ പോവില്ല. ഇതിൻ്റെ കെട്ട് നോക്ക് നിങ്ങൾ, ഈ പ്ലാസ്റ്റിക് കെട്ട്. ഇതാണ് പൂലാനിലെ ഉഷിച്ചിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തി ഒരു മുറം നെയ്യണം. വലിയ മുറം വേറെ ഉണ്ട്, കൊട്ടയുണ്ട്. കൊട്ടയ്ക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട. ഇതാണ് കൊട്ട. പിന്നെ കൈൽത്തൊട്ടി ഉണ്ട്. കൈൽത്തൊട്ടി എന്ന് പറഞ്ഞത് ഇത് വലിയ മുറം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇതാണ് ചോറ് ഊറ്റുന്ന ആദ്യത്തെ, നിങ്ങൾ കൊച്ചു പിള്ളേർ മനസ്സിലാക്കാനാണ്, ആദ്യത്തെ ഈ കൈൽത്തൊട്ടി. ഇത് വലിയതാണ്. ഇത് കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ ചെറിയ കൈൽത്തൊട്ടിയായിരുന്നു ഈറ്റയുടെ. അപ്പം അങ്ങനെയാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അങ്കമാലിക്കാരൻ കാർത്തിക് നിഷിൽ ഒരു പാട്ട് പാടാം. പാട്ട് തെറ്റുണ്ടോയെന്നൊന്നും അറിയാൻ പാടില്ല. ഇത് നമുക്ക് പുറത്തിറങ്ങിയിട്ട്, ഇത് എൻ്റെ ഇതിൽ ഫ്രണ്ട് ക്യാമറ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടാം. ഇതാണ് പ്ലാവും മാവൊക്കെ ഉണ്ട്. അപ്പോൾ കാർത്തിക നാളിൽ ജനിച്ചവളെ കെട്ടി കല്യാണം കഴിച്ച മക്കളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ചക്ക തിന്നാം, മാങ്ങ തിന്നാം, ഒക്കെ തിന്നാം. അത് നല്ല പഴുത്ത മാങ്ങയാണ്, മൂവാണ്ട മാങ്ങയൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. சின்ன வீடா பிடிக்குமா பெரிய வீடா பிடிக்குமா மேசரிக்கு சின்ன வீடு பிடிக்குமா மேசரிக்கு சின்ன வீடு பிடிக்குமா சின்ன வீடா பிடிக்குமா பெரிய வீடா பிடிக்குமா മേശരിക്ക് ചിന്ന വീട് പിടിക്കുമാ. ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടേ ഓലപ്പര കിടന്ന ആൾക്കാരാ. എടക്കുന്നിൽ ചീനി കുപ്പി കമ്പനിയുടെ അടുത്ത് ഉള്ള, എന്നിട്ട് ആ ചേട്ടൻ്റെ പേര്, ചീനി കുപ്പി കമ്പനിയുടെ അടുത്ത് ജെറിച്ചേട്ടൻ്റെ കുപ്പി കമ്പനിയുടെ പൊക്കത്താണ് ഞങ്ങൾ താമസിച്ച. വലിയ കമ്പനിയാണ്, ഒരുപാട് ജോലിക്കാരുള്ള ആൾക്കാരാണ്. ആ ചേട്ടൻ ഞങ്ങളൊക്കെ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ നാട്ടുകാരാണ് എന്നെ സഹായിച്ചത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകാനായിട്ട്, ഡ്രസ്സ് മേടിക്കാനായിട്ട്. ഞാൻ ഒരു വെള്ളവനീനൊക്കെ ഇടുന്നത് ഓപ്പറേഷന് മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ടീച്ചർ, ആനി ടീച്ചർ എനിക്ക് പൈസ തന്നു. നീ ഡ്രസ്സ് മേടിച്ചോടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ടീച്ചർമാർ ഒക്കെ സഹായിച്ചു, ഗുരുനാഥന്മാരൊക്കെ സഹായിച്ചു. എൻ്റെ മേരിക്കുട്ടി ടീച്ചർ എന്നാൽ വിശുദ്ധ സെബസ്ത്യാനോസ്, കാഞ്ഞൂർ പള്ളി ഞാൻ കണ്ടല്ലോ, വിശുദ്ധ സെബസ്ത്യാനോസ് ശരിയായിട്ട് അമ്പ് ചെയ്ത രൂപമാണ് എൻ്റെ വീട്ടിലിരിക്കണം. അമ്പില്ലാന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളിത് കാണണം. ഈ പാവപ്പെട്ടവനെ, കലാകാരനെ നിങ്ങൾ അംഗീകരിക്കണം, പരമാവധി സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീട് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം. നല്ലൊരു വീടാണ് ഇത്. 2005 മേടിച്ച സ്ഥലമാണ്. 3 വർഷം കഴിഞ്ഞ് പെരപണതാണ്. അത് കോൺഗ്രസ്സാണോ കമ്മ്യൂണിസ്റ്റാണോ ഭരിച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് കിട്ടിയതാണോയെന്ന് എനിക്കറിയില്ല, വർഷങ്ങളായി, ഓർമ്മയില്ല. ഇവിടെ കറുവറ്റിൽ കോൺഗ്രസ്സുകാരിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അനുവദിച്ചത്. ബ്ലോക്ക് ഭരിക്കുമ്പോഴും കോൺഗ്രസ് ആയിരുന്നു. അപ്പോഴാണ് കിട്ടിയത്. നിർമ്മിതി കേന്ദ്രത്തിന് പെര കിട്ടിയത്. നിങ്ങൾ
ഈ പാവപ്പെട്ടവനെ സഹായിക്കണം. സഹായിക്കാം എന്ന് പറഞ്ഞാൽ പാട്ട് കേട്ട് നിങ്ങൾ പരമാവധി ലൈക്കുകളും കമൻറ്റുകളും മറ്റുള്ളവരോടും പറയണം. വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കലാകാരനാണ് മണിച്ചേട്ടൻ. ഇതേമാതിരി ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന് കഷ്ടപ്പെട്ട് അതേമാതിരി തന്നെ ഇപ്പം എൻ്റെ അതേ കൈയുടെ കണ്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. കൈയുടെ ഞരമ്പ് കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കൊപ്പറ കുത്തിയിട്ടുണ്ട്. കൊപ്പറ കുത്തുന്നതെന്ന് പറഞ്ഞാൽ കയറ്റൽ, ചിലയിടത്ത് കയറ്റൽ എന്ന് പറയും, ചിലയിടത്ത് കുത്തൽ എന്ന് പറയും. ടോപ്പ് പണിക്കാരനായിരുന്നു. 5000 കൊപ്പറൊക്കെ 4000 കൊപ്പറൊക്കെ ഞാൻ മുസ്തനാൻ്റെ 2 വീട്ടിലേക്ക് ഇരുന്ന് കുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പറ്റില്ല. ഇപ്പം എൻ്റെ കൈക്ക് പാടില്ല, തണ്ടൽ വേന. അപ്പോൾ അതാണ് ലോട്ടറി കച്ചവടമാണ്. നമുക്ക് വയ്യാണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ചിറങ്ങണം. ഇപ്പോൾ പാട്ട് പാടുന്നുണ്ട്, നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി പാടാം. ചിന്ന വീടാ പിടിക്കുമാ പെരിയ വീടാ പിടിക്കുമാ മേശരിക്ക് ചിന്ന വീട് പിടിക്കുമാ. എന്താ അങ്കമാലിക്കാരൻ കറൂറ്റിക്കാരൻ കാർത്തിക നിശലിനെ പിടിക്കുമാ.